ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഈ ക്ഷേത്രസങ്കേതത്തിൽ കുറേ വർഷങ്ങളായി നമ്മൾ ഇങ്ങനെ ഒത്തുകൂടി എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കണത്. പല വ്യത്യസ്ത വിഷയങ്ങളും ചർച്ചയ്ക്ക് വെച്ചു. ചില പ്രാവശ്യങ്ങളാവട്ടെ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചുള്ള പഠനവും ചെയ്തു. ഏതായാലും ഈ പ്രാവശ്യം സാധനാ പഞ്ചകം അഥവാ ഉപദേശ പഞ്ചരത്നം എന്നുള്ള കൃതിയാണ് പഠനത്തിന് വെച്ചിട്ടുള്ളത്. 5 സന്ധ്യകളിൽ ഒത്തുകൂടി നമുക്ക് ചിന്തിക്കാം. വളരെ വിശദമായ പഠനം സാധിക്കില്ല. സാമാന്യമായി ചിന്തിക്കാം. എന്ത് വിശദമാവണം എന്നുണ്ടെങ്കിലും അനുബന്ധമായി മറ്റേതൊരു സംശയമുണ്ടെങ്കിലും ചോദിക്കാം. ഇന്ന വിഷയമേ ആകാവൂ എന്നില്ല, ഇന്നത് ചോദിക്കരുത് എന്നില്ല. എന്തും ചോദിക്കാം. പക്ഷെ എന്തിനും മറുപടി പറയില്ല. അറിയണതാണെങ്കിൽ മാത്രമേ പറയൂ. അങ്ങനെ സമയം കുറച്ച് ഉപയോഗിക്കുക. ശരി, ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. സാധനാ പഞ്ചകം അല്ലെങ്കിൽ ഉപദേശ പഞ്ചരത്നം, ചില സ്ഥലത്ത് സോപാന പഞ്ചകം എന്നൊക്കെ പല പേരിൽ പറയപ്പെടുന്ന, പേര് സൂചിപ്പിക്കുന്ന പോലെ വെറും 5 ശ്ലോകങ്ങൾ മാത്രമുള്ള ഒരു ശാങ്കര കൃതിയാണ് നമ്മൾ പഠിക്കാൻ പോണത്. ശാങ്കരകൃതി എന്നതുകൊണ്ട് ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ വിരചിച്ച കൃതി എന്നർത്ഥം. ആരംഭിക്കുന്നതിന് മുമ്പ് അല്പം ശാങ്കരകൃതികളെക്കുറിച്ച് ഒരു പരിചയം ആവാം. വിസ്തരിക്കുന്നില്ല. ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ സനാതനധർമ്മത്തെ സംസ്ഥാപനം ചെയ്യുന്നതിന് വേണ്ടി അതിതീവ്രമായ യജ്ഞങ്ങൾ അന്ന് ചെയ്തതുകൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ തന്നെ ഇവിടെ സനാതനധർമ്മികളായി ജീവിക്കുന്നത്. നമ്മളൊക്കെ തന്നെ എന്ന് പറയുമ്പോൾ
ഒരു പ്രാവശ്യമെങ്കിലും ശങ്കരാചാര്യസ്വാമികളെ വിമർശിച്ചാലേ നിന്ദിച്ചാലേ ഉറക്കം വരൂ എന്നുള്ളവരടക്കം ഹിന്ദു സമൂഹം അല്ലെങ്കിൽ സനാതനധർമ്മികൾ എന്നൊരു സമൂഹം ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ സംശയമൊന്നുമില്ല, ഭഗവാൻ ഭാഷ്യകാരൻ്റെ വലിയ പ്രയത്നം അതിൻ്റെ പിന്നിലുണ്ട്. സനാതനധർമ്മ ചരിത്രം അങ്ങനെയാണ്. അതായത് അത്യുന്നതമായ മഹിമയിൽ വിരാജിക്കുമ്പോൾ ക്രമികവും പരസ്പര പൂരകങ്ങളുമായ ഒട്ടനവധി കാരണങ്ങളെ കൊണ്ട് ധർമ്മവ്യവസ്ഥ ക്ഷയിക്കും. ക്രമികവും പരസ്പര പൂരകവും എന്ന് പറഞ്ഞത് ശ്രദ്ധിക്കുക. ക്ഷയിച്ച് ഇതാ നശിച്ചുവല്ലോ എന്ന് തോന്നുന്ന ഒരവസ്ഥ വന്നു ചേരും. പക്ഷേ അപ്പോഴത്തേക്ക് ഒന്നോ അനേകമോ അനന്ത വിഭൂതികൾ മഹാപുരുഷന്മാർ രംഗപ്രവേശം ചെയ്യുന്നതും അവരുടെ ഉപദേശങ്ങളിലൂടെ അവരുടെ ജീവിതത്തിലൂടെ മറ്റ് പല പ്രവർത്തനങ്ങളിലൂടെ നവ്യമായ കരുത്ത് ഈ ധർമ്മവ്യവസ്ഥയ്ക്ക് നൽകി, ശരിയായ ദിശാബോധം സമൂഹത്തിന് നൽകി, വീണ്ടും ഈ സനാതനധർമ്മത്തെ അവർ സമുദ്ധരിക്കുന്നത് കാണാം. അങ്ങനെയുള്ള മഹാപുരുഷന്മാരുടെ പ്രവർത്തനം ശക്തമായൊരു സ്വാധീനം ചെയ്ത് അപചയത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വലിയ ഉയർച്ചയെ ഈ ധർമ്മവ്യവസ്ഥ നേടും. അതിനെ കൂടുതൽ ത്വരിതപ്പെടുത്താൻ വേണ്ടി ഒട്ടനവധി മേഖലകളിൽ ഒട്ടനവധി മഹാപുരുഷന്മാർ വന്നുകൊണ്ടേയിരിക്കും. അതൊരു തുടർ പ്രക്രിയയാണ്. അനേക ശതകങ്ങളോ ഒരു പക്ഷേ സഹസ്രാബ്ദങ്ങളോ നീണ്ടു നിൽക്കുന്ന പ്രക്രിയ. അങ്ങനെ അത്യന്തം മഹത്വപൂർണമായ അവസ്ഥയിൽ നമ്മുടെ ധർമ്മവ്യവസ്ഥ നിലകൊള്ളുമ്പോൾ വീണ്ടും സമാജത്തിൻ്റെ ശാസ്ത്രവിമുഖത കൊണ്ടും അനാചാരങ്ങളുടെയും ദുരാചാരങ്ങളുടെയും വളർച്ച കൊണ്ടും വേണ്ട രീതിയിൽ ധർമ്മസംരക്ഷണം ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ പിന്തിരിയുന്നത് കൊണ്ടും അങ്ങനെ നേരത്തെ സൂചിപ്പിച്ച അതേ വിഷയം വരുന്നു. പരസ്പര പൂരകങ്ങളായ ഒട്ടനവധി കാരണങ്ങളെ കൊണ്ട് വീണ്ടും ക്ഷയമേർപ്പെടും. ഇങ്ങനെ ക്ഷയത്തിൻ്റെയും വൃദ്ധിയുടെയും ആവർത്തനം സനാതനധർമ്മ ചരിത്രത്തിൽ നമ്മൾ കാണുന്നു, അഥവാ സനാതനധർമ്മ വ്യവസ്ഥയുടെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നു. ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മതചരിത്രങ്ങളിൽ കാണുന്നത് പോലെ കുത്തനെയുള്ള ഉയർച്ചയും കുത്തനെയുള്ള താഴ്ചയും ധർമ്മവ്യവസ്ഥയുടെ ചരിത്രത്തിൽ നാം കാണുന്നില്ല. മറിച്ച് ക്രമാനുഗതമായ ഉയർച്ച താഴ്ചകളുടെ ഒരു ഗതി ആവർത്തിക്കുന്നതാണ് നാം കാണുന്നത്. ഈ നിലയ്ക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് എപ്പോഴെപ്പോഴൊക്കെയാണോ ശാസ്ത്രബോധം സമൂഹത്തിൽ നിന്ന് ക്രമികമായി കുറഞ്ഞ് അസ്തമിച്ചു പോയത്, അപ്പോഴൊക്കെ ക്രമേണ അനാചാരങ്ങളും ദുരാചാരങ്ങളും വളർന്ന് ഒട്ടനവധി അബദ്ധവിശ്വാസങ്ങളാൽ ഗ്രസിക്കപ്പെട്ട് ദുരാചാരങ്ങൾ പെരുകി ഈ ധർമ്മവ്യവസ്ഥ ക്ഷയിച്ചു എന്ന് മനസ്സിലാക്കാൻ കഴിയും. എപ്പോഴാണ് ഉയർച്ച? മഹാപുരുഷന്മാരുടെയും മറ്റും പരിശ്രമ ഫലമായി ശാസ്ത്രബോധവും ശാസ്ത്രാനുസൃതങ്ങളായ ആചരണ പദ്ധതികളും വിപുലമാക്കുമ്പോൾ. ഇതിൽ സന്ദേഹമില്ല.
എങ്കിൽ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുക. എല്ലാ മേഖലകളിലും അത്യന്തം ഉന്നതമായൊരവസ്ഥാവിശേഷം സാമാജിക ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും എല്ലാ മേഖലകളിലും നമുക്ക് കാണാം. വേദത്തിൽ അങ്ങേയറ്റം മഹത്വപൂർണമായൊരു ജീവിത വീക്ഷണം, സമൃദ്ധമായൊരു ജീവിത വീക്ഷണം പോരാ, സമഗ്രമായൊരു ജീവിത വീക്ഷണം. എന്നാലും പൂർണ്ണാവില്ല. നല്ലൊരു വാക്ക് ലഭിക്കാൻ വിഷമം. ഏറെക്കുറെ നല്ലൊരു വാക്ക് പറയട്ടെ, സന്തുലിതമായൊരു ജീവിത വീക്ഷണം. അതെ, സമൃദ്ധമാണ്, സമഗ്രമാണ്, സന്തുലിതമാണ്. അങ്ങനെ ജീവിത വീക്ഷണമാണ് നമുക്ക് വേദത്തിൽ കാണാനുള്ളത്. അവിടെ ആത്യന്തികമായ മനുഷ്യൻ്റെ ഉയർച്ച നിശ്രേയസ പര്യന്തം, മോക്ഷ പര്യന്തം പറഞ്ഞു വെച്ചു. ആത്യന്തികമായ എന്ന് പറഞ്ഞാൽ എല്ലാവരെ സംബന്ധിച്ചുമല്ല, എന്നാൽ എല്ലാവർക്കും ജീവിതത്തിൽ ഉയർച്ച, ശാന്തി, സമാധാനം, ഐശ്വര്യപ്രാപ്തി, അങ്ങനെ 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 ക്രമമായി പരമമായ നിശ്രേയസം അതുവരെ പറഞ്ഞു വെച്ചു. ആ ഒരു പരമ നിശ്രേയസ പദവിയിലേക്ക് ഉയരണമെങ്കിൽ പ്രാഥമിക തലത്തിലെ മനുഷ്യനെ സംബന്ധിച്ച് അവനുള്ളിലെ ദിവ്യ ഗുണങ്ങൾ കൂടുതൽ കൂടുതൽ വികസിതമാകണം. ദിവ്യ ഗുണങ്ങളുടെ വികസിതമാവൽ പശുബുദ്ധി ഇല്ലായ്മ ചെയ്യുന്നതിനനുസൃതമായിട്ടാണ്. പശുബുദ്ധി എന്ന് പറയുന്നത് ഇരയെയും ഇണയെയും മാത്രം പ്രസക്തമായി കാണുന്ന ബുദ്ധിയാണ്. അതാണ് പശുബുദ്ധി. നമ്മളിലൊക്കെയുണ്ട് ഇരയും ഇണയും മാത്രം പ്രസക്തമായി കാണപ്പെടുന്നൊരു ബുദ്ധി. ഈ പശുബുദ്ധി ഇല്ലാതാവണം. ഈ പശുബുദ്ധിയെ ജയിക്കണം. വാസ്തവത്തിൽ ഈ പശുബുദ്ധിയെ ജയിക്കുന്നതിനാണ് യജ്ഞങ്ങൾ വിധിക്കപ്പെട്ടത്. അതുകൊണ്ട് യജ്ഞത്തിൽ പശുവെ കൊല്ലാൻ വിധിച്ചു ആചാര്യൻ. അധ്വരേ പശും ഹിംസിയാത്. യജ്ഞത്തിൽ അധ്വര ശബ്ദത്തിന് യാഗം, യജ്ഞം എന്നൊക്കെ അർത്ഥം. അധ്വരത്തിൽ പശുവെ കൊല്ലണം. അങ്ങനെ പശുവെ കൊന്നാൽ മാത്രമേ നമ്മിലെ ദിവ്യതയെ നമുക്ക് അനാവരണം ചെയ്യാൻ കഴിയൂ, ആവിഷ്കരിക്കാൻ കഴിയൂ. പക്ഷേ നമുക്ക് ക്രമേണ ഇത് അത്ര ഇഷ്ടമല്ലാതായി. കാരണം നമുക്കുള്ളിലെ പശുവെ നമുക്ക് ഇഷ്ടമാണ്, അതിനെ കൊല്ലുന്നത് അത്ര ഇഷ്ടമല്ല. ആർക്കാ നമുക്കുള്ളിലെ പശുവെ ഇഷ്ടമല്ലാത്തത്? സത്യം പറഞ്ഞേക്കണം, കള്ളം പറയരുത്. നേരത്തെ സൂചിപ്പിച്ചു, ഇരയും ഇണയും മാത്രം പ്രസക്തമായി കാണുന്ന ബുദ്ധിയാണ്. ആ നിലയ്ക്ക് എടുക്കുമ്പോൾ ഇര തേടാനും ഇണ ചേരാനും നമ്മെ പ്രേരിപ്പിക്കുന്നത് ഈ പശുബുദ്ധിയാണ്. അവ യഥാക്രമം വിശപ്പെന്നും കാമമെന്നും നമുക്ക് പേരിട്ട് വിളിക്കാം. അവയെ ഇവയാൽ പീഡിതരായിട്ടാണ് മനുഷ്യരെല്ലാ നെറികേടും ചെയ്തു പോകുന്നത്. എന്തെല്ലാം അരുതാത്ത നിഷിദ്ധ പ്രവൃത്തികൾ ചെയ്യുന്നുവോ, വികർമ്മങ്ങൾ ചെയ്യുന്നുവോ മനുഷ്യർ, അതെല്ലാം ഈ രണ്ട് ശത്രുക്കളാൽ ചെയ്യിക്കപ്പെടുന്നതാണ്. വിശപ്പിനാലും കാമത്താലും. ആലോചിച്ച് നോക്കുക. ഇവിടെ ധർമ്മമര്യാദയൊന്നും ചിന്തിക്കരുത്. ധർമ്മമര്യാദയൊക്കെ മാറ്റി വയ്ക്കുക. ധർമ്മമര്യാദയെ ചിന്തിക്കുമ്പോൾ നമ്മൾ
വിശപ്പിനാലോ കാമത്താലോ പ്രേരിതരായി താന്തോന്നിത്തം ചെയ്യില്ല, അത് വേറെ വിഷയം. പക്ഷെ താന്തോന്നിത്തങ്ങൾ ചെയ്യുന്നവർ, നെറികേടുകൾ ചെയ്യുന്നവർ, അരുതാത്ത ഒട്ടനവധി ചെയ്യുന്നവർ വിശപ്പിനാലും കാമത്താലും പ്രേരിതരായിട്ടാണ് ചെയ്യുന്നത്. നമ്മളെ വളരെ ഉപദ്രവിക്കുന്നവരാണ് ഈ രണ്ടുപേരും. വിശപ്പ് കൊണ്ട് പൊറുതി മുട്ടും. വിശപ്പിൻ്റെ വിഷമം അനുഭവിച്ച് തന്നെ അറിയണം. വളരെ ക്ലേശിപ്പിക്കുന്നു നമ്മളെ വിശപ്പ്. പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിലും വിശപ്പൊന്ന് കുറഞ്ഞു നോക്കട്ടെ. ഒരു 3 ദിവസം വിശപ്പില്ലാണ്ടായി നോക്കട്ടെ. വേഗം ഒരു കുപ്പിയൊക്കെ എടുത്ത് അടുത്ത വൈദ്യരെടുത്ത് പോകും. വൈദ്യരെ 2-3 ദിവസമായിട്ട് വിശപ്പില്ലല്ലോ, എന്തെങ്കിലും ഒരു അരിഷ്ടോ കഷായോ ചോറിനോ എന്തെങ്കിലും ഒന്ന് തന്നാൽ തിരക്കേടില്ല. വൈദ്യരെ കുറിച്ച് തരും, നമ്മൾ കഴിക്കും. എന്നാൽ വൈദ്യർ ചോദിക്കണ്ടേ, വിശപ്പില്ലാതായത് എത്ര ഭാഗ്യമാ, വിശപ്പല്ലേ ലോകത്ത് നമ്മളെ കഷ്ടപ്പെടുത്തുന്നത്, അതില്ലാണ്ടായി എന്ന് പറഞ്ഞ അനുഗ്രഹമല്ലേ എന്ന് വൈദ്യരും ചോദിക്കില്ല, നമ്മളും ചിന്തിക്കില്ല. കാരണം വിശപ്പിനെ നമുക്ക് ഇഷ്ടമാണ്. ഇതുപോലെ തന്നെയാണ് കാമത്തെയും. കാമം അനേക അനർത്ഥ കോപങ്ങളിൽ നമ്മളെ വീഴ്ത്തുന്നതാണെങ്കിലും കാമത്തെ നമുക്ക് ഇഷ്ടമാണ്. ദിവസവും ഇറങ്ങുന്ന വർത്തമാന പത്രങ്ങളിൽ മാത്രം വരുന്ന പരസ്യങ്ങൾ നോക്കിയാൽ മതി. കാമോദ്ദീപകങ്ങളായ ഔഷധങ്ങളാണ് ഏറ്റവും അധികം വിൽക്കപ്പെടുന്നത്. അഥവാ അവയുടെ പരസ്യങ്ങളാണ് നമ്മൾ ഏറ്റവും അധികം കാണുന്നത്. അതിനേക്കാൾ വലിയ കഷ്ടം കേവലം കാമോദ്ദീപകം എന്ന രീതിയിൽ ബ്രാൻഡ് ചെയ്ത് പരസ്യങ്ങൾ കൊടുക്കപ്പെടുന്നത് മറ്റു പല ഔഷധങ്ങളുടെയും പേരിലാണ്. ഒരു സമഗ്രമായ ആരോഗ്യത്തിന് വേണ്ടി, ക്ഷീണമെല്ലാം മാറി നല്ല ഉത്സാഹത്തോടു കൂടി ജീവിക്കുന്നതിന് വേണ്ടി, ബുദ്ധിശക്തി വർദ്ധിക്കുന്നതിന് വേണ്ടി, നാഡീവ്യവസ്ഥയുടെ നല്ല പുരോഗതിക്ക് വേണ്ടി, ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി, ശ്വാസകോശത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി എന്ന് വേണ്ട മനുഷ്യൻ്റെ സമഗ്രമായ ആരോഗ്യത്തിന് വേണ്ടി ഋഷീശ്വരന്മാർ നിർദ്ദേശിച്ച പല മരുന്നുകളെയും ഇന്ന് വെറും സെക്സുമായി ബന്ധപ്പെടുത്തിയാണ് പരസ്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വലിയ അനർത്ഥമാണിത്. ഒരു ശാസ്ത്രത്തെ മുഴുവൻ നശിപ്പിക്കുന്നതിന് തുല്യമാണ്. എന്തുകൊണ്ടെന്നാൽ നാളെ കൂടുതൽ വിൽക്കപ്പെടും. അതിന് ഉപയോഗം മാറ്റുകയാണ്. സത്യത്തിൽ അതിനുള്ള മരുന്നല്ല അത്. മൊത്തം മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ബുദ്ധി വികാസത്തിനാണ്, ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനാണ്, വൃക്കയുടെ ആരോഗ്യത്തിനാണ്, അല്ലെങ്കിൽ കരളിൻ്റെ ആരോഗ്യത്തിനാണ്. അത്തരം മരുന്നുകളെയൊക്കെ ഈ ബ്രാൻഡിലാണ് ഇന്ന് പരസ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിൽ നമുക്കെന്താ മനസ്സിലാവാനുള്ളത്? കാമോദ്ദീപകമാണെന്ന് പറയുമ്പോൾ ഇത്രയ്ക്കധികം ജനങ്ങൾ പോയി മേടിക്കുന്നു. താല്പര്യം, കാമത്തെ നമുക്ക് ഇഷ്ടമാണ്. അപ്പോൾ വിശപ്പും കാമവും എവരെ നമുക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് എവരെ കൊല്ലുന്നത് നമുക്ക് ഇഷ്ടം അല്ല. നമ്മൾ എന്ത് ചെയ്തു? മിണ്ടാപ്രാണികളെ കൊണ്ടുവന്ന് കൂട്ടം കൂട്ടമായി കൊല്ലാൻ തുടങ്ങി. എന്ന് മാത്രമല്ല, കൊല്ലപ്പെടുന്ന പശുവിൻ്റെ എണ്ണത്തിനനുസരിച്ച് യാഗത്തിൻ്റെ മഹത്വമേറി. 300 പശുക്കളെ കൊല്ലുന്ന യാഗത്തേക്കാൾ കേമമാണ് 500 പശുക്കളെ കൊല്ലുന്ന യാഗം. ഇങ്ങനെ പശുവിൻ്റെ എണ്ണത്തിനനുസരിച്ച് ക്രമേണ ഒട്ടനവധി ക്രൂരങ്ങളായ പരിപാടികൾ ആവിർഭവിച്ചു. അതിഹീനമായ രീതിയിൽ ഈ പശുക്കളെ കൊണ്ടുവന്ന് കൊല്ലാൻ തുടങ്ങി. അതിനേക്കാൾ വലിയ രസം, അല്ലാതെ കൊന്നാൽ പാപമാണ്, യാഗത്തിൽ കൊന്നാൽ പാപം ഇല്ല എന്നുമായി. യാഗത്തിൽ കൊന്നാൽ പാപമില്ല, അല്ലാതെ ജന്തുഹിംസ പാപമാണെന്നായി. ഇങ്ങനെയൊക്കെ അധപതനത്തിൻ്റെ ആഴങ്ങളിലേക്ക്, അത്യന്തമായ ഹിംസാ പ്രവണതയിലേക്ക് ധർമ്മവ്യവസ്ഥ കൂപ്പുകുത്തി. അന്തരീക്ഷത്തെ പോലും പരിശുദ്ധമാക്കേണ്ടുന്ന ഹോമധൂപങ്ങൾ ഉയരേണ്ടിടത്ത് രക്തത്തിൻ്റെ ദൗർഗന്ധ്യം. മനുഷ്യരെ മാത്രമല്ല, സകല ജീവജാലങ്ങളെയും സസ്യങ്ങളെയും എല്ലാം ഉത്തേജിപ്പിക്കുന്ന മന്ത്രധ്വനികൾ ഉയരേണ്ടിടത്ത് മൃഗങ്ങളുടെ രോദന ശബ്ദം. അത്യന്തം ഹിംസയിൽ മുങ്ങിപ്പോയത്. ഈ സന്ദർഭത്തിലല്ലേ അപാര കരുണാവാനായ ബുദ്ധ ഭഗവാൻ അരുത് എന്ന് പറഞ്ഞുകൊണ്ട്
ഈ ഹിംസയിൽ നിന്ന് സനാതനധർമ്മ വ്യവസ്ഥയെ രക്ഷിക്കുന്നതിന് വേണ്ടി ആവിർഭവിച്ചത്. അതെ, അവിടുന്ന് ഇത്തരം ദുരാചാരങ്ങളിൽ നിന്ന് ധർമ്മത്തെ രക്ഷിക്കുന്നതിന് പരിശ്രമിച്ചു. പക്ഷേ ധർമ്മമൂലം വേദമാണെന്ന് ഓർമ്മിച്ച് തൻ്റെ ഉപദേശത്തെ വേദാനുസാരം സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നതിൽ അവിടുന്ന് പരാജയപ്പെട്ടു. വേദവിഷയത്തിൽ അവിടുന്ന് മൗനം പാലിച്ചു. താൻ ഉപദേശിക്കുന്നത് തീർത്തും വേദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഉപനിഷത്തുക്കളിൽ ഇത് പറഞ്ഞിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നെങ്കിൽ ബുദ്ധൻ്റെ ഉപദേശങ്ങളെ സമൂഹം പൂർണ്ണമായി സ്വീകരിക്കുമായിരുന്നു. വലിയൊരു നവീകരണ പ്രസ്ഥാനമായി അത് ഉയരുകയും കാര്യസാധ്യം നേടുകയും ചെയ്യുമായിരുന്നു. പക്ഷേ വേദവിഷയത്തിൽ ബുദ്ധൻ അവലംബിച്ച മൗനം ക്രമേണ തെറ്റിദ്ധരിക്കപ്പെടുകയും ബൗദ്ധന്മാരും വേദനിഷേധികളും ശൂന്യവാദികളും നാസ്തികന്മാരും ഒക്കെയായി തീരുകയും ചെയ്തു. വേദാനുസാരമല്ലാതെ ഉള്ള വാക്യങ്ങളെ ധർമ്മവ്യവസ്ഥ സ്വീകരിക്കില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു സമൂഹം ഇതിനെ സ്വീകരിക്കാതെ ഹിംസാ പ്രവണതകളിലൊക്കെ തന്നെ മുഴുകി. അതേ സമയത്ത് ഒരു മാറ്റത്തിന് വേണ്ടി കൊതിച്ചിരുന്ന സമൂഹം ബൗദ്ധത്തെ പിൻപറ്റുകയും ചെയ്തു. പ്രത്യേകിച്ചും രാജാക്കന്മാരുടെ സമ്മതി ഈ ബൗദ്ധ പ്രസരണത്തിന് കൂടുതൽ വന്നതോടുകൂടെ ശക്തമായി ബൗദ്ധം പ്രചരിച്ചു. അപ്പോൾ ഒരു ഭാഗത്ത് തീർത്തും ഹിംസാ പ്രവണതയെ ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, മറ്റൊരു ഭാഗത്ത് ശൂന്യവാദത്തെയും നാസ്തികവാദത്തെയും വേദനിഷേധത്തെയും അത് വ്യാപിപ്പിച്ചു. ഗുണത്തിനായി വന്നത് ദോഷത്തിനായി ഭവിച്ചു. ചിന്തിക്കുക. വേദം ഏകവും അദ്വിതീയവുമായ സത്യത്തെയാണ് പ്രഖ്യാപിക്കുന്നത്. ഈ പരമമായ സത്യത്തെ പല മാർഗങ്ങളിലൂടെ ഉപാസിക്കാനും പല ഭാവങ്ങളിൽ കാണാനും ഒക്കെ വേദം അനുവദിച്ചു. പക്ഷേ ഈ അദ്വിതീയമായ താത്പര്യത്തെ മനസ്സിലാക്കാതെ ക്രമേണ നമ്മൾ ശൈവന്മാരും വൈഷ്ണവന്മാരും ശക്തയന്മാരും ഗാണപത്യന്മാരും സൗരന്മാരും സ്കാന്ദന്മാരുമായി പിരിഞ്ഞു. പിരിയുക മാത്രമല്ല, കലഹിക്കുകയും ചെയ്തു. ശിവനാണ് വലുത്, ശിവൻ്റെ താഴെയാണ് വിഷ്ണു. വിഷ്ണുവാണ് വലുത്, ശിവനല്ല. ഇവർ രണ്ടുമല്ല, ദേവിയാണ് വലുത്. ഇവർ മൂന്നുമല്ല, സുബ്രഹ്മണ്യനാണ്. ഗണപതിയാണ്, സൂര്യനാണ്. ഇങ്ങനെ വ്യത്യസ്ത വിഭാഗങ്ങളായി നമ്മൾ കലഹിച്ചു. പൊരിഞ്ഞതല്ല, പിടിച്ചടക്കലുകളുടെയും തർക്കങ്ങളുടെയും കലഹങ്ങളുടെയും ഒക്കെ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ഇല്ല എന്ന് നിഷേധിക്കുകയൊന്നും ചെയ്യരുത്. സനാതന വ്യവസ്ഥയിൽ പരസ്പര കലഹമൊന്നും ഉണ്ടായിട്ടില്ല, ഒരു വിഭാഗത്തിൻ്റെ ക്ഷേത്രം മറ്റേ കൂട്ടർ പിടിച്ചെടുത്തിട്ടില്ല എന്നൊന്നും പറയാനൊക്കില്ല. ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. തീർത്തും വേദവിരുദ്ധമായൊരു വീക്ഷണം. ഇനിയും മറ്റൊരു ഭാഗത്ത് വേദമാകുന്ന അടിസ്ഥാനത്തിൽ നിലയുറപ്പിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തെയും പ്രപഞ്ച കാരണത്തെയും പ്രപഞ്ച നിയന്താവിനെയും തന്നെയും തൻ്റെ ലക്ഷ്യത്തെയും മാർഗത്തെയും ഒക്കെ കുറിച്ച് ആചാര്യന്മാർ ചെയ്ത നിരൂപണങ്ങൾ വിവിധ ദർശനങ്ങളായിട്ട് ആവിർഭവിച്ചു. ഈ ആസ്തിക അഥവാ വൈദിക ദർശനങ്ങൾ പലതാണ്. പക്ഷേ അവയ്ക്ക് ഒരു അന്വയിത്വമുണ്ട്, സത്യസാക്ഷാത്കാരം എന്ന ലക്ഷ്യത്തിലേക്ക്.
അതുകൊണ്ട് തന്നെ ബാഹ്യമായി വ്യത്യസ്തതകൾ പാലിച്ച വൈദിക ദർശനങ്ങൾ ഒരു കോണിയിലെ വ്യത്യസ്ത പടികളെ പോലെ നമുക്ക് നോക്കിക്കാണാം. പക്ഷേ ക്രമേണ ഈ സത്യത്തെ മറന്ന് നമ്മൾ നൈയായികന്മാരും വൈശേഷികന്മാരും സാഖ്യന്മാരും യോഗികളും പൂർവമീമാംസകന്മാരും വേദാന്തികളും ഒക്കെയായി കലഹിച്ചു കഴിഞ്ഞു. ഇങ്ങനെ എന്തുകൊണ്ടും അങ്ങേയറ്റം ശിഥിലം ആയ ഒരു വ്യവസ്ഥ, സനാതന ധർമ്മ വ്യവസ്ഥ ഇതാ അങ്ങ് നശിച്ചു പോയല്ലോ എന്ന് തോന്നിപ്പിക്കുന്ന ഒരവസ്ഥ. ഈ സന്ദർഭത്തിലാണ് ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ ആവിർഭവിച്ച് വേദത്തിൻ്റെ ശരിയായ താത്പര്യം ഏകവും അദ്വിതീയവുമായ സത്യത്തിലാണെന്നും ഈ അദ്വൈതം ഒരു ദേവതോപാസനയ്ക്കും വിരുദ്ധമല്ലെന്നും ഏത് ദേവതോപാസന പദ്ധതിയിലൂടെയും ഈ പരമസത്യത്തിലേക്ക് ഉയരാമെന്നും അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും ആത്യന്തിക ലക്ഷ്യം ഏകമാണെന്നും ജീവൻ, ഈശ്വരൻ, ജഗത്ത് എന്നൊക്കെ പറയപ്പെടുന്നത് പലതല്ല, ഏകമാണ്, ഉപാധിഭേദമനുസരിച്ച് പലതായിട്ടുള്ളതാണ്, സത്യം ഏകമാണ്, അദ്വിതീയമാണ് എന്നുള്ള പരമമായ വേദരഹസ്യത്തെ ശ്രുതി യുക്തി അനുഭവങ്ങൾക്കനുസരിച്ച് തൻ്റെ ഭാഷ്യങ്ങളിലൂടെ വെളിപ്പെടുത്തി. അതെ, വേദത്തിൻ്റെ താല്പര്യ നിർണയമായ ഉപനിഷത്തുക്കൾ, ആ ഉപനിഷത്ത് ഗ്രന്ഥങ്ങളിൽ പ്രധാനമായി പറയപ്പെടുന്ന 10 ഉപനിഷത്തുക്കൾ, അവയ്ക്ക് അവിടുന്ന് അത്യന്തം യുക്തിയുക്തവും ശ്രുതി അനുസൃതവുമായ ഭാഷ്യങ്ങളെ എഴുതി. ഓരോ വാക്കും സ്വാനുഭവത്തിൻ്റെ ദൃഢതയിൽ നിന്ന് വരുന്നതും, അതുപോലെ ഈ ഉപനിഷത്തുക്കളുടെ സാരമായ ഭഗവത്ഗീതയ്ക്കും ഇവയുടെ വിചാരഗ്രന്ഥമായ ബ്രഹ്മസൂത്രങ്ങൾക്കും അവിടുന്ന് ഭാഷ്യം എഴുതി. ഇങ്ങനെ പ്രസ്ഥാനത്രയ ഭാഷ്യത്തിലൂടെ എന്താണ് സനാതനധർമ്മത്തിൻ്റെ അടിത്തറ എന്ന് അവിടുന്ന് ബോധിപ്പിച്ചു. കഴിഞ്ഞില്ല. ഇതര വിപരീത പക്ഷങ്ങളെ പറഞ്ഞ് ഈ ഒരു ഏകലക്ഷ്യം എന്നുള്ളത് വിസ്മരിച്ച ഒരു സമൂഹ വ്യവസ്ഥയെ വളർത്തിക്കൊണ്ടിരുന്ന പല ദാർശനികരുടെ നേതാക്കന്മാരുമായി അവിടുന്ന് ചർച്ചകൾ നടത്തി. വാദങ്ങൾ, ഖണ്ഡനങ്ങളും മണ്ഡനങ്ങളും, ആരെയും താഴ്ത്തിക്കെട്ടാനല്ല, ഇതാണ് വേദത്തിൻ്റെ പരമ താല്പര്യമെന്ന് സ്ഥാപിക്കാൻ. അങ്ങനെ ആസേതു ഹിമാചലം സഞ്ചരിച്ച് വേദത്തിൻ്റെ പരം താല്പര്യം ഏകവും അദ്വിതീയവുമാണെന്ന് സ്ഥാപിച്ചു. തന്നെ പ്രാപിച്ച അനേക ജിജ്ഞാസുക്കൾക്ക് അവിടുന്ന് തത്വോപദേശം നൽകി. അതിനായിക്കൊണ്ട് അനേക ഗ്രന്ഥങ്ങൾ വിരചിച്ചു. എത്ര ഗ്രന്ഥങ്ങൾ, അനേകം. ശാസ്ത്രത്തിൻ്റെ മൊത്തം താത്പര്യത്തെ ഉപനിഷത്ത് ഭാഷ്യങ്ങളിലൂടെ അല്ലെങ്കിൽ വേദാന്ത ഭാഷ്യങ്ങളിലൂടെ, ഒന്നുകൂടി വ്യക്തമായ ഭാഷ പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച പ്രസ്ഥാനത്രയ ഭാഷ്യങ്ങളിലൂടെ അവിടുന്ന് തന്നെങ്കിൽ അവയുടെ ഏകദേശത്തെ പ്രത്യേകമായി അടർത്തിയെടുത്ത് അനേക പ്രകരണ ഗ്രന്ഥങ്ങളെ അവിടുന്ന് രചിച്ചു. ഈ പ്രകരണ ഗ്രന്ഥങ്ങളുടെ രചന മുഴുവൻ ശിഷ്യോപദേശാർത്ഥമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് രണ്ടാമത്തെ വിഭാഗം ശാസ്ത്രങ്ങൾ. ഭാഷ്യകാരൻ്റെ കൃതികളിൽ രണ്ടാമത്തെ വിഭാഗം ഈ പ്രകരണ ഗ്രന്ഥങ്ങളാണ്. ഒന്നാമത്തത് ഭാഷ്യങ്ങൾ. ഇനി മൂന്നാമതൊരു വിഭാഗം കൂടിയുണ്ട്, അത് സ്തോത്രകൃതികളാണ്. അനേകം ദേവതാ സമ്പ്രദായങ്ങളെ അവലംബിക്കുകയും ഉപാസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്കൊക്കെ തന്നെ അതത് ദേവതോപാസനയിലൂടെ ഉയരാനും, ഒന്നിനെയും നിഷേധിക്കാനല്ല, അതത് ദേവതോപാസനയിലൂടെ ഉയരാനും ക്രമികമായി ഏകവും അദ്വിതീയവുമായ സത്യത്തിലേക്ക്
ഉയരുന്നതിനും വേണ്ടി വൈഷ്ണവവും ശൈവവും ശാക്തേയവും ഗാണപത്യവും എല്ലാമായ കൃതികൾ അവിടുന്ന് എഴുതി, സ്തോത്രകൃതികൾ. ഇതാണ് മൂന്നാം വിഭാഗം ശാസ്ത്രങ്ങൾ, കൃതികൾ. ഇങ്ങനെ സമൃദ്ധമായൊരു സാഹിത്യ ശാഖയെ സ്വയമായി തന്നെ, അല്ലെങ്കിൽ വലിയൊരു ഒരു സാഹിത്യ ഭണ്ഡാരത്തെ സ്വയമേവ പ്രദാനം ചെയ്ത് വൈദിക ദർശനത്തെ, വൈദിക ശാസ്ത്ര സാഹിത്യത്തെ അങ്ങേയറ്റം പോഷിപ്പിച്ച് ഭാരതത്തിൻ്റെ 4 കോണുകളിൽ 4 മഠങ്ങളെ സ്ഥാപിച്ച് അവിടെ ശിഷ്യന്മാരെ ഇരുത്തി ശാസ്ത്ര പ്രചരണത്തിന് വേണ്ട സമ്പ്രദായങ്ങളെ ഒരുക്കി ധർമ്മ സംസ്ഥാപന കാര്യങ്ങൾ താൻ ചെയ്യാനുള്ളത് ചെയ്ത് പൂർത്തിയാക്കി രംഗം വിട്ടു. ഈ ഭാഷ്യകാരൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെട്ടു പോകും, സംശയമൊന്നുമില്ല. ഏതായാലും അവിടുത്തെ 2ാം വിഭാഗം കൃതികളാണ് പ്രകരണ ഗ്രന്ഥങ്ങളെന്ന് നേരത്തെ പറഞ്ഞു. അത്തരം പ്രകരണങ്ങൾ തന്നെ പല പ്രകാരമുണ്ട്. വെറും ഒരൊറ്റ ശ്ലോകത്തിലുള്ള ഏകശ്ലോകി പ്രകരണം ഏതൊരു വർഷം നമ്മൾ തന്നെ ഇവിടെ ചിന്തിച്ചിട്ടുണ്ടെന്നാണ് ഓർമ്മ. ഏകശ്ലോകി പ്രകരണം മുതൽ 1006 ശ്ലോകങ്ങളിലുള്ള സർവവേദാന്ത സിദ്ധാന്ത സാര സംഗ്രഹം വരെ അനേക പ്രകരണ ഗ്രന്ഥങ്ങൾ എഴുതി. അതിൽ വളരെ പ്രസിദ്ധങ്ങളായവ ഉപദേശ സാഹസ്രി, വിവേക ചൂടാമണി, അപരോക്ഷ അനുഭൂതി, വാക്യവൃത്തി, ഇങ്ങനെ നിരവധിയുണ്ട്. അതേസമയത്ത് ഒട്ടും പ്രാധാന്യം കുറവല്ല ലഘുകൃതികൾക്ക്. എത്രയോ ലഘുകൃതികളുണ്ട്. മോഹമുദ്ഗരം ഒക്കെ വളരെ പ്രസിദ്ധമാണ്. മൂളിപ്പാട്ട് പാടുന്നത് പോലെ ഭജഗോവിന്ദം ഭജഗോവിന്ദം എന്നൊക്കെ പലപ്പോഴും നമ്മൾ ചൊല്ലി നടന്നു വരും. അത്ര പ്രചലിതമാണ്. അത്തരം ലഘുകൃതികളിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ലഘുകൃതിയാണ് നമ്മളിവിടെ ശ്രദ്ധിക്കുന്ന ഉപദേശ പഞ്ചരത്നം അഥവാ സാധന പഞ്ചകം, സോപാന പഞ്ചകം എന്നും പേരുണ്ട്. എന്തായാലും പഞ്ചകം എന്ന് പറയുന്നത് 5 ശ്ലോകങ്ങൾ അടങ്ങുന്നത് കൊണ്ടാണ്. 5 ശ്ലോകങ്ങൾ അടങ്ങുന്നത് പഞ്ചകം. എന്താണ് ഇതിലെ വിഷയം? ഇതിലെ വിഷയം സാധനയാണ്. സാധന എന്ന് പറഞ്ഞാൽ സാധ്യതേ അനയ ഇതി സാധന. സാധ്യതേ അനയ, യാതൊന്നിനെ കൊണ്ട് സാധിക്കുന്നുവോ അതാണ് സാധന. അപ്പൊ സാധ്യതനുസരിച്ച് സാധന മാറും. ഇപ്പൊ ഇവിടെ എത്തുക എന്നുള്ളത് സാധ്യമാണെങ്കിൽ യാത്ര ചെയ്യുക എന്നുള്ളത് സാധനയാണ്. ദാഹം മാറുക എന്നുള്ളത് സാധ്യമാണെങ്കിൽ വെള്ളം കുടിക്കുക എന്നുള്ളത് സാധനയാണ്. വെള്ളം കുടിക്കുക എന്നുള്ളത് സാധ്യമാണെങ്കിൽ പോയി എടുക്കുക എന്നുള്ളത് സാധനയാണ്. മാറി വന്നുകൊണ്ടേയിരിക്കും. ചിന്തിക്കുക. അപ്പൊ എന്തെങ്കിലും ഒരു സാധ്യത നേടുന്നതിന് അനുവർത്തിക്കേണ്ടതാണ് സാധന. ഇവിടെ മനുഷ്യ ജീവിതത്തിൻ്റെ പരമ പുരുഷാർത്ഥത്തിലേക്ക്, ആത്യന്തിക നിശ്രേയസമാകുന്ന സാധ്യത്തിലേക്ക് ഉയരാൻ അതാണ് സാധ്യം. വേദാന്തത്തിൽ അതാണ് സാധ്യം. വേദാന്തത്തിൽ സാധ്യം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള എന്തെങ്കിലും ചില മികവുകളോ പേരോ പ്രശസ്തിയോ ധനമോ ഒന്നുമല്ല. അതൊക്കെ വേണം, ഒന്നും വേണ്ട എന്ന് പറയുന്നില്ല. അതൊക്കെ ഇതര ശാസ്ത്രങ്ങളുടെ വിഷയങ്ങളാണ്. അതിന് നമുക്ക് അർത്ഥശാസ്ത്രമുണ്ട്, അത് നമുക്ക് കാമശാസ്ത്രമുണ്ട്, അത് നമുക്ക് ധർമ്മശാസ്ത്രമുണ്ട്. അവയൊക്കെ പഠിക്കേണ്ടതാണ്. അവയിലൂടെയൊക്കെ ആചാര്യന്മാർ നമുക്ക് തന്നിട്ടുള്ള രത്നങ്ങൾ എത്രയാണെന്ന് പറയാൻ പറ്റില്ല. അതാണ് ഭാരതീയ ഋഷീശ്വരന്മാരുടെ വീക്ഷണത്തിൻ്റെ സമഗ്രത എന്ന് നേരത്തെ പറഞ്ഞു. ഒരു ശാസ്ത്രത്തെയും അന്യമായി കണ്ടില്ല നമ്മൾ, എല്ലാത്തിനെയും നമ്മൾ ആദരിച്ചു. അതുകൊണ്ട് അർത്ഥശാസ്ത്രം നമുക്ക് പ്രസക്തമാണ്.
കാമശാസ്ത്രം നമുക്ക് പ്രസക്തമാണ്, ധർമ്മശാസ്ത്രം നമുക്ക് പ്രസക്തമാണ്. പക്ഷേ വേദാന്തം മോക്ഷശാസ്ത്രമാണ്. ഓരോ ശാസ്ത്രത്തിലും അവിടെ ധ്യേയമുണ്ട്, അവിടെ സാധ്യമുണ്ട്. ഇവിടെ സാധ്യം പരമപുരുഷാർത്ഥമാണ്, നിശ്രേയസം എന്ന് പറയുമ്പോൾ ആത്യന്തിക ദുഃഖനിവൃത്തി രൂപമാകുന്ന മോക്ഷം. ആത്യന്തിക ദുഃഖനിവൃത്തി രൂപമാകുന്ന മോക്ഷമാണ് ഇവിടെ വേദാന്ത ശാസ്ത്രത്തിൻ്റെ സാധ്യം. അപ്പോൾ സാധന എന്ന് പറഞ്ഞാൽ ആ ഒരു ആത്യന്തിക ദുഃഖനിവൃത്തിയാകുന്ന മോക്ഷത്തിലേക്ക് അഥവാ പരമപുരുഷാർത്ഥത്തിലേക്ക് നമ്മളെ ഉയർത്തുന്നത്, അതിന് നാം അനുവർത്തിക്കേണ്ടത് എന്തോ അത് സാധന. ഇത്തരം സാധനകളെ 5 ശ്ലോകങ്ങളിൽ പറയുന്നതായതുകൊണ്ട് ഈ കൃതിയുടെ പേര് സാധനാ പഞ്ചകം. ഇത് ഉപദേശിക്കപ്പെട്ടിട്ടുള്ളത് ക്രമമായി കോടിയിൽ നമ്മൾ പടികൾ കയറുന്ന ക്രമത്തിലാണ്. ഒന്ന് കഴിഞ്ഞ് ഒന്ന്. കോണിയിൽ എങ്ങനെയാ കയറുന്നേ? 1-ൽ കാലുറപ്പിച്ച് 2-ലേക്ക് കാല് വെച്ച് അതിൽ ഉറപ്പിച്ചിട്ടാണ് ഒന്നും എടുക്കുന്നത്. അല്ലാണ്ട് എടുക്കണില്ല, അല്ലാണ്ട് ചാടി കയറാൻ പാടില്ല. കുട്ടികളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ചാടി കയറി എന്നൊക്കെ വരും, അത് തമാശയ്ക്കാം. പക്ഷെ കോണി കയറുന്നത് അങ്ങനെയല്ല. 2-ൽ കാല് ഉറപ്പിച്ചിട്ടാണ് 1-ൽ നിന്ന് എടുക്കുന്നത്, എന്നിട്ടാണ് 3-ൽ ഉറപ്പിക്കുന്നത്. 3-ൽ ഉറപ്പിച്ചാലേ 2-ൽ നിന്ന് എടുക്കൂ. ഇങ്ങനെ അനുക്രമമായിട്ടാണ് സോപാന പങ്ക്തികൾ, കോണിയിലെ പടികൾ നമ്മൾ ആരോഹണം ചെയ്യുന്നത്. അതുപോലെ അനുക്രമമായുള്ള സാധനകളെയാണ് ഇവിടെ പറഞ്ഞതെന്നതുകൊണ്ട് ഇതിന് സോപാന പഞ്ചകമെന്നും പേരുണ്ട്. ഇതൊക്കെ തന്നെ ഉപദേശത്തിൻ്റെ രൂപത്തിലാണ്. ഉപദേശം എന്ന് പറയുമ്പോൾ ആർക്കുപദേശിക്കുന്നുവോ അയാളുടെ ഹിതം ഉദ്ദേശിച്ച് ഗുരുനാഥനോ അച്ഛനോ അമ്മയോ അങ്ങനെ ഹിതൈഷിയായ ഒരാൾ ആരെങ്കിലും ഒന്നും പറഞ്ഞാൽ ഉപദേശമായിട്ട് നമ്മൾ ഏറ്റെടുക്കാറില്ല. ഹിതൈഷിയായ ആൾ, നമ്മുടെ ഹിതം ഇച്ഛിക്കുന്ന ഒരാൾ, അച്ഛനോ അമ്മയോ ഗുരുവോ ഒക്കെ നൽകുന്ന ആദേശങ്ങൾക്കാണ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾക്കാണ് ഉപദേശം എന്ന് പറയുക. ആരാണെങ്കിലും തരുന്നതല്ല, എന്തിനെങ്കിലും തരുന്നതല്ല. അത്തരം ഉപദേശങ്ങളാണിത്. ഈ ഉപദേശങ്ങൾ 5 ശ്ലോകത്തിൽ ഒതുക്കിയതായതുകൊണ്ട് ഉപദേശ പഞ്ചകമാണ്. ഇത് ഈ 5ഉം രത്നം പോലെ ധരിക്കാവുന്നതും രത്നം പോലെ ധരിക്കേണ്ടതുമാണ്. രത്നം പോലെ ധരിക്കേണ്ടതാണ്. രത്നം, വിലയേറിയ രത്നം നമുക്ക് ലഭിച്ചാൽ നമ്മളതിനെ ധരിക്കുന്നു. നമ്മൾ വളരെ ശ്രദ്ധിച്ച് പരിപാലിച്ച് ധരിക്കുന്നു. കളനൊന്നും കട്ടുകൊണ്ടു പോകാതെ അല്ലെങ്കിൽ പോകാത്ത വിധം നമ്മൾ ധരിക്കുന്നു. അതുപോലെ ഈ ഉപദേശ പഞ്ചകത്തിൽ പറഞ്ഞ, സാധനാ പഞ്ചകത്തിൽ പറഞ്ഞ ഓരോ ഉപദേശവും ഓരോ രത്നമാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഓരോ രത്നവും തന്നെ 5 ശ്ലോകങ്ങളിൽ 8 വീതം ഉപദേശങ്ങൾ, അങ്ങനെ 40 രത്നങ്ങൾ. ഇവയെ ധരിക്കേണ്ടതാണ്, പാലിക്കേണ്ടതാണ്. 40 രത്നമൊക്കെ വീട്ടിൽ വെക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കള്ളന്മാർ വളരെ കൂടുതലാണ്. അപ്പം എന്ത് വേണം? ഇത് പരിപാലിക്കണം, മോഷ്ടിക്കപ്പെടാതെ. അങ്ങനെയുള്ള 5 രത്നങ്ങളാണ് ഈ കൃതി, ഉപദേശ പഞ്ചരത്നം. നമുക്ക് പതുക്കെ ഇതിലേക്ക് പ്രവേശിക്കാം.